ഹായ് ഗായ്സ്, ഇന്ന് നിങ്ങൾ ഈ കാണാൻ പോകുന്ന ഈ ഒരു ക്രീമിനകത്ത് നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ആലോവേറ ജെല്ലോ, ആൽമണ്ട് ഓയിലോ, ഒലീവ് ഓയിലോ ഒന്നും തന്നെ ചേർക്കാതെ നല്ല സൂപ്പർ റിസൾട്ട് തരുന്ന ഒരു ക്രീമിൻ്റെ റെമഡിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ക്രീം തയ്യാറാക്കി എടുക്കാനായിട്ട് 10 പൈസ ചിലവില്ല കേട്ടോ, സീറോ കോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഇരുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലൊരു വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയുടെ താഴെ കമന്റിൽ വന്നിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇതൊന്നും പൈസ കൊടുക്കാണ്ട് ഫ്രീ ആയിട്ടാണോ കിട്ടുന്നതെന്നുള്ള ചോദിച്ചിട്ട് കേട്ടോ. ഈ ഒരു 10 പൈസ ചിലവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തമ്പനയിലോ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് അതിന്റെ ചുവട്ടിൽ കമന്റിൽ വന്നിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ 10 പൈസ ചിലവില്ല എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇതൊക്കെ. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ക്രീം ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ആൽവേറ, ആൽമണ്ട് ഓയിൽ അതൊക്കെ പറയുമ്പോൾ നമ്മളത് പൈസ കൊടുത്ത് മേടിക്കുക തന്നെ വേണം. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ വീട്ടിൽ ഓൾറെഡി നമ്മൾ മേടിച്ചിട്ട കാര്യമായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിന് 10 പൈസ ചിലവില്ല എന്നുകൊണ്ട് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന ഈ ഒരു റൈസ് ക്രീം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആവാനായിട്ട് കൊടുക്കുന്ന ആ ഒരു ക്രീമല്ല, ഇതൊരു മസാജിങ് ക്രീമാണ് കേട്ടോ. ഈ ഒരു ക്രീം വെച്ചുകൊണ്ട് നമ്മൾ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ്, അതിൽ കൂടുതൽ ആരും പോകരുത് കേട്ടോ. അതിപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. ആ രീതിക്കാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. പക്ഷെ പിമ്പിൾസ് പ്രശ്നമുള്ള ആൾക്കാർ മാത്രം ഇത് ഉപയോഗിക്കേണ്ട കേട്ടോ. നിങ്ങൾ മസാജ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് പിമ്പിൾസ് സ്പ്രെഡ് ആകും, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അതല്ലാതെ ഓയിൽ സ്കിന്നുകാർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. 5 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ്, ഇതിൽ കൂടുതൽ ആരും പോകരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം നമ്മൾ അതുപോലെ മസാജ് ചെയ്തിട്ട് കഴുകി കളയുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് ഫേസിൽ വെക്കുകയാണെങ്കിൽ വെക്കാം, അതല്ലെങ്കിൽ നമുക്ക് അതങ്ങനെ കഴുകി കളയാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 10 വയസ്സ് കുറഞ്ഞ് കിട്ടും കേട്ടോ. നമ്മളിത് ഡെയിലി ചെയ്യണം. ഒരു 10 വയസ്സ് നമ്മൾ കുറഞ്ഞ് നല്ല ആയിട്ടിരിക്കും. നമ്മുടെ ഫേസിൽ ഒരു ചുളിവോ വരയോ പാടോ ഒന്നും ഇല്ലാതെ നമ്മുടെ സ്കിന്ന് നല്ല ആയിട്ടിരിക്കും. നമ്മുടെ സ്കിന്നിലൊക്കെ പാടുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ആക്കി തരും കേട്ടോ. അതിന് പറ്റിയിട്ടുള്ള ആൾക്കാരെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്രീം തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആൻഡ് ഗ്ലോയിങ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഡെയിലി വേണം ചെയ്യാനായിട്ട്. ഡെയിലി നിങ്ങൾ ഈ ഒരു മസാജിങ് ക്രീം ഉപയോഗിച്ചിട്ട് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക ഫേസിൽ. പതുക്കെ വേണം മസാജ് ചെയ്യാനായിട്ട്. ആരും 5 അല്ലെങ്കിൽ 8 മിനിറ്റിൽ കൂടരുത്. അതുപോലെ തന്നെ അപ്വേഡിൽ നോക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നമ്മൾ താഴോട്ട് മസാജ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് തൂങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മുകൾ വശത്തേക്ക് വേണം നമ്മൾ ഈ ഒരു മസാജിങ് ക്രീം വെച്ചിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. പതുക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കി എടുത്തു എന്ന് നോക്കാം. ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അരിയും ജീരകവും കൂടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പച്ചരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ പച്ചരി എടുക്കുക. അതുപോലെ തന്നെ ഒരു കുഞ്ഞു സ്പൂണിൽ 2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ നന്നായി കഴുകിയ ശേഷം ഞാൻ കുതിർക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏത് അരി വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ പച്ചരി എടുത്തു മാത്രം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പീരയാണ്. ഈ ഒരു തേങ്ങാപ്പീര ഇതുപോലെ ഏകദേശം ഒരു പിടി മതിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾസ് വരുമെന്നൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ജീരകം ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം കണ്ടുള്ളത് ഈ ഒരു പിടിയോളം നമ്മൾ തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പിമ്പിൾസ് വരുന്നില്ല, നമ്മൾ നോർമൽ സ്കിൻ ആൻഡ് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജീരകത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ പിമ്പിൾസ് വരുന്നുള്ള പേടിയുള്ളവർക്ക് അല്ലെങ്കിൽ ഓയിൽ സ്കിന്നുകാർക്കാണ് നമ്മൾ ഈ ഒരു ജീരകം ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് പച്ചമഞ്ഞൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾ ചേർക്കുന്നില്ല. ഇത് എൻ്റെ ഹസ്ബൻഡിനും മക്കൾസിനും വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ ഞാനിവിടെ മഞ്ഞൾ ചേർക്കുന്നില്ല. മഞ്ഞളും ചേർത്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഇതങ്ങ് ഒരു മിക്സിംഗ് ബൗളിനകത്തിട്ട് അടിച്ച് നന്നായിട്ട് അങ്ങ് അരച്ചുകൊണ്ട് വരണം. ഈ ഒരു വെള്ളം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം കേട്ടോ. നമ്മളിത് അരച്ചെടുത്തുള്ള ഈ ഒരു കൂട്ടിന് നമ്മളിത് ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കും, നമ്മൾ അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വെള്ളം ആവശ്യം വരും. അപ്പോൾ ഞാനതങ്ങ് മാറ്റി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു കൂട്ട് നല്ലവണ്ണം അങ്ങ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ തുണി ഉപയോഗിച്ചിട്ട് അങ്ങ് അരിച്ച് മാറ്റിയെടുക്കണം. ആ ഒരു പിഷറൊന്നും നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ആ ഒരു അരിപ്പ് വെച്ചിട്ട് ഞാനിവിടെ മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അരിപ്പ് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഞാനിപ്പോൾ പുതിയതായിട്ട് മേടിച്ചാണ്. ഒരു ചെറിയൊരു കടയിൽ, നമ്മുടെ പാലക്കാടുള്ള ഒരു ചെറിയൊരു കടയിൽ നിന്ന് മേടിച്ചാണ്. വെറും 40 രൂപയുള്ളൂ കേട്ടോ. ഇതിൻ്റെ പേര് പാലരിപ്പാന്നാണ് കേട്ടോ. അത്രയും നമുക്ക് എന്താ പറയുക, അതിനകത്തുള്ള ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതടക്കം നമുക്ക് ആ ഒരു ഫിൽറ്റർ ചെയ്ത് തരും. വെള്ളത്തിൽ അഴുക്കുണ്ടെങ്കിൽ അതെല്ലാം ഫിൽറ്ററാക്കി തരും. അത്രയും ചെറിയ ഇഴകളാണ് കേട്ടോ ഇതിനുള്ളത്. ആ ഒരു ജ്യൂസ് മാത്രമാണെങ്കിൽ ജ്യൂസ്, അല്ലെങ്കിൽ ആ ഒരു ഇതാണെങ്കിൽ ലിക്വിഡ് എന്താണോ അത് മാത്രമായിട്ട് നമുക്ക് കിട്ടും. ആ ഒരു പിശുട്ട് കംപ്ലീറ്റ് ആയിട്ട് നീക്കാൻ തരും. അത്രയും നല്ലൊരു അരിപ്പാണ് കേട്ടത്. അപ്പോൾ എനിക്കിത് ഞാൻ ആദ്യം ഇത് മേടിക്കുന്നതിന് മുന്നേ ഞാൻ ആമസോണും ഫ്ലിപ്കാർട്ടും ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ
കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി കേട്ടോ. അതിനകത്തൊക്കെ 240 199 രൂപ എന്നൊക്കെയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ പാലക്കാട് നിന്നൊരു ചെറിയൊരു കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ വെറും 40 രൂപയുള്ളൂ കേട്ടോ. ഇത് ഒരു ചെറിയൊരു അരിപ്പയാണ്. വലിയ അരിപ്പയ്ക്ക് എത്ര എനിക്കറിയില്ല, ഇതിനേക്കാളും വലിയൊരു അരിപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത്ര മതി എന്നുകൊണ്ട് ഈ ഒരു അളവിലാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഫിൽറ്ററായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം കൂടി ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു കൂട്ടിനെ വീണ്ടും ഇളക്കി യോജിപ്പിച്ചിട്ട് അതങ്ങ് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ഈ ഒരു പാന് ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് തന്നെ ഈ ഒരു പാനിനകത്തോട്ടാണ് കേട്ടോ. എന്നിട്ട് ഈ ഒരു പാന് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിന് മീതെ അങ്ങ് കുറുക്കാനായിട്ട് നമ്മുടെ ഈ ഒരു കൂട്ട് നന്നായിട്ട് ഞാൻ കുറുകി വരണം. അതിന് വേണ്ടിയിട്ട് അങ്ങ് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ടങ്ങ് വെക്കേണ്ട കാര്യമില്ല, നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടങ്ങ് ഇതൊന്ന് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു ലെവലിൽ അങ്ങോട്ട് ആക്കി കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലോഷൻ പരുവത്തിലാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈപ്പിൽ എടുക്കാം. അതല്ല നമുക്കൊരു ക്രീം ടൈപ്പിലാണ് വേണമെന്നുണ്ടെങ്കിൽ അത്ര അതിനനുസരിച്ച് കുറിക്കാൻ മതി. അപ്പോൾ ഞാനൊരു ക്രീമിൻ്റെ ടൈപ്പിലാണ് ഞാനിതങ്ങ് കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ അത് കണ്ടല്ലോ, ഇത് ഇത്രയും മതിയാവും. നമുക്ക് ഈ ഒരു ലെവൽ എത്തുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിടാം. എന്നിട്ട് തണുക്കാനായിട്ട് സമയം കൊടുക്കും. അപ്പോൾ ഞാനിവിടെ വീഡിയോയിൽ പെട്ടെന്ന് എടുക്കുന്നതിൻ്റെ പേരിൽ തണുക്കാനൊന്നും സമയം കൊടുക്കുന്നില്ല, ആ ഒരു ചൂടോട് തന്നെ കാണിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആൽവേരയോ അല്ലെങ്കിൽ ആമണ്ട് ഓയിലോ ഒലീവ് ഓയിലോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതേപടി അങ്ങ് ഉപയോഗിക്കാനായിട്ട് കുറച്ച് നേരം തണുക്കാനായിട്ട് സമയം കൊടുക്കണേട്ടോ. തണുത്തതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. വീഡിയോയ്ക്കകത്ത് ഞാൻ ആ ഒരു ചൂട്ടോടുകൂടി കാണിക്കാൻ കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് അങ്ങ് നിങ്ങൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഡെയിലി നിങ്ങളിത് മസാജിങ് ക്രീമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റിൽ കൂടുതൽ ആരും തന്നെ ചെയ്യരുത്. അതിനുശേഷം നിങ്ങൾക്കിത് കഴുകി കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ കുറച്ച് ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ആ ഒരു മാറ്റം കണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.